ഹലോ നമസ്കാരം അസ്സാം വലൈക്കും എല്ലാവർക്കും RFC വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ലുലു മാളിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഡേയിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നല്ല ബ്ലോക്കുണ്ട്. സ്പെഷ്യൽ പെർമിഷൻ ഉള്ളവർക്ക് മാത്രമേ ഗേറ്റ് 1 വഴി എൻട്രി ഉള്ളൂ. ഇപ്പോൾ ഗേറ്റ് 1 ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു പെർമിഷൻ ഉള്ളത് കൊണ്ടും ഇൻവിറ്റേഷൻ ഉള്ളത് കൊണ്ടും ഞങ്ങളെ കടത്തി വിട്ടിട്ടുണ്ട്. എല്ലാവരും മാസ്ക് മാറ്റിക്കൊണ്ട് ഞാനും മാറ്റി കഴിയുമെന്ന് വിചാരിക്കും. തീർത്തും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു മമ്മൂക്കയുടെ ഫ്രണ്ടിൽ ഇത്രയും അടുത്ത് നിന്ന് മമ്മൂക്കയുടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത്. സത്യമായിട്ടും വിചാരിച്ചതല്ല. എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. തികച്ച് മമ്മൂട്ടിയുടെ തൊട്ടടുത്ത് നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മമ്മൂക്ക എത്തുമെന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും സംസാരിക്കുന്ന ലേശം പേടിയുണ്ട്. അടുത്ത കാലത്ത് ഒരു പനിയും കേൾക്കാൻ അത്ര സൗന്ദര്യമില്ലാത്ത ശബ്ദമുള്ളൊരു ചുമയുണ്ട്. തികച്ചും എല്ലാം സെറ്റാണ്. എല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ എല്ലാ ഷോപ്സും എല്ലാം റെഡിയായി ഇനാഗുറേഷൻ ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനാഗുറേഷനായിട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് മുമ്പിൽ ഇനാഗുറേഷൻ്റെ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു LCD സ്ക്രീനും ഉണ്ട്. ഈ കാണുന്ന ആൾക്കൂട്ടം മുഴുവനും ആകാംക്ഷാഭരിതരായിട്ട് ആ ഒരു നിമിഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. വരുന്ന VVIPകൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇതിനുള്ളിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഇരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും അവരെ സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു പ്രോഗ്രാം ആയതുകൊണ്ട് ഡോഗ് സ്ക്വാഡും ബോബ് സ്ക്വാഡും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിലേക്ക് യൂസുഫ് അലി സാർ എത്തിയിട്ടുണ്ട്. ക്രൗഡ് ഫുള്ള യൂസുഫ് അലി സാറിനെയും കൊച്ചുമകനെയും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം സ്വന്തം റോയ്സിലാണ് ഇവിടെ എത്തിയത്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി താൻ ഇൻവൈറ്റ് ചെയ്ത സകല ആളുകളെയും ആ സ്റ്റേജിൽ മൊത്തം കറങ്ങി നടന്ന് കണ്ട് അവരുടെ കുശലം അന്വേഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം ബാക്കി പ്രോഗ്രാമിലോട്ട് എൻഗേജ് ചെയ്യാനായിട്ട് പോയത്. തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ട ഒരു വളരെ നല്ല ക്വാളിറ്റിയാണ് യൂസുഫ് അലി സാറിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. നമുക്ക് മന്ത്രിമാരെയും രാഷ്ട്രീയ പ്രമുഖരെയും ഈ സ്റ്റേജിൽ കാണാൻ സാധിക്കും. ശിവകുമാർ, MM ഹസൻ, ഉമ്മൻചാണ്ടി സാർ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, കടകംപള്ളി സുരേന്ദ്രൻ, കുഞ്ഞാലിക്കുട്ടി, ഇവരെല്ലാം നമുക്ക് ഈ VIP ലോഞ്ചിൽ കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂർ സാർ എത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ സിനിമാ നടനും കൊല്ലത്തിൻ്റെ MLA ശ്രീ മുകേഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം യൂസുഫ് അലി സാറിനെ ഹസ്തദാനം ചെയ്തതിന് ശേഷം വേദിയിലോട്ട് പോകുന്നത് നമുക്ക് കാണാം. ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട CM സഖാവ് പിണറായി വിജയൻ സാർ എത്തിയിട്ടുണ്ട്. മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം പത്മശ്രീ ഭരത് മമ്മൂട്ടി എത്തിയിട്ടുണ്ട്. തികച്ചും എക്സൈറ്റഡ് ആയിരുന്നു. നമുക്ക് എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. മലയാളത്തിൻ്റെ മഹാനടന വിസ്മയം ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, നമ്മളെല്ലാം കാത്തിരുന്ന ആ ശുഭമുഹൂർത്തത്തിലേക്ക് നമ്മളിതാ കടക്കുകയാണ്. ലുലു മാളിൻ്റെ ഇനാഗുറേഷൻ ചെയ്യാനായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ അതിൻ്റെ ഇനാഗുറേഷൻ സെറിമണിയിലേക്ക് കടക്കുകയാണ്. അതെ, തിരുവനന്തപുരത്തുകാരുടെ സ്വപ്നമായ ആ 2000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇതാ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് സഖാവ് പിണറായി വിജയൻ. Bismillahirrahmanirrahim. In the name of God, the most merciful, the most beneficent. Honorable Chief Minister of Kerala, Excellencies, dignitaries, my brothers and sisters. ഞങ്ങൾ 220 ആളുകളെയാണ് ക്ഷണിച്ചത്. പക്ഷേ കൂടി വന്നപ്പോൾ ആൾക്കാർ കൂടി. സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നം ക്ഷമിക്കണം. എല്ലാവരെയും നേരിട്ട് ഓരോ സ്ഥലത്ത് ശരിക്കിരുത്താൻ ബുദ്ധിമുട്ടുണ്ടായി. ആയതുകൊണ്ട് അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. സ്വാമി വിവേകാനന്ദ once said, "Take risks in your life. If you win, you can lead. If you fail, you can guide." സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ റിസ്ക് എടുക്കുക. നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് നയിക്കാനാകും. നിങ്ങൾ തോറ്റാൽ ആ തോൽവിയിൽ നിന്ന്
പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കും. This is a dream project for me and our group in this beautiful capital city of Thiruvananthapuram. Kerala is my home state, and it is my duty and responsibility to invest in my home state first, then in any other states in India. Today, it is my task to welcome every one of you to this function. I will try to finish 6 to 7 minutes. കേരളത്തിലെ വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷകനായിരുന്ന മഹാനായ പ്രഗത്ഭനായ ചിന്തകൻ വാഗ്മി മരണപ്പെട്ടു പോയ സുകുമാർ അഴീക്കോട് സാർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരുപാട് വേദികൾ പങ്കിട്ടുകൊണ്ട്, യൂസഫ് അലി ഞാനിങ്ങനെ ക്ഷീണിച്ചു വരുന്നത് സ്വാഗത പ്രസംഗം കേട്ടുകൊണ്ടാണ്. അപ്പോൾ അത്രയും നീട്ടി പറയുന്നില്ല, ഞാൻ 6 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. Our Honorable Chief Minister of Kerala, taking untiring great steps for the development of Kerala. Let me welcome Sri Pinarayi Vijayan, Honorable Chief Minister of Kerala, who is here with us to inaugurate the shopping mall. Our Honorable Chief Minister of Kerala, taking untiring great steps for the development of Kerala. Let me welcome Sri Pinarayi Vijayan, Honorable Chief Minister of Kerala, who is here with us to inaugurate the shopping mall. It is an honor that Dr. Shashi Tharoor, an orator, a philosopher, a teacher, Member of Parliament, who is representing Thiruvananthapuram constituency here with us. As a Member of Parliament from Thiruvananthapuram, Parliament constituency, he has always been greatly helpful to us. Let me welcome Dr. Shashi Tharoor, Member of Parliament, as our guest of honor to this function. I am very happy to have presence of Sri Oommen Chandy, former Chief Minister of Kerala. I have had privilege to sit in many boards chaired by our former Chief Minister. Let me take this opportunity to welcome Sri Oommen Chandy as our guest of honor to this function. I am very happy that Sri P.K. Kunyalikudu Sahib, Honorable Deputy Leader of Opposition, is here with us. We have maintained our friendship and brotherly relationship throughout the years, with power or without power. Let me take this opportunity to welcome Sri P.K. Kunyalikudu Sahib as our guest of honor to this function. I remember with gratitude late K.M. Mani sir, who always treated me like a brother and attended all my previous functions. Let me welcome his son Sri Jose K. Mani, Member of Parliament, as our guest of honor to this function. I am very happy to have here with us a former Home Minister and Leader of Opposition, who was also present at the time of the foundation stone laying ceremony of this project. Let me take this opportunity to welcome Sri Ramesh Chennithala as our guest of honor. The MLA and former minister represents this constituency where this shopping mall is situated. He has always been very supportive to us. Let me take this opportunity to welcome Sri Kadagambally Surendran MLA as our guest of honor to this function. Kumaran, Councillor of Karikagam Ward, in which this shopping mall is situated. In democracy, people elected representatives are the top in protocol. Thank you very much, Mr. My friend from film industry, my brother, film star Mammootty, great artist whom I call Mamukka, is here. I welcome my very dear brother Mamukka. Royal family members from Travancore Royal family are attending this function. Thank you very much. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ വി ഡി സതീശൻ അവരെ ക്ഷണിക്കുന്നു. മാന്യരായ വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതൊരു മഹാവിസ്മയമാണ്.
കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഈ വിസ്മയം തീർത്ത ബഹുമാന്യനായ CMA യൂസഫ് അലിയെയും അദ്ദേഹത്തിൻ്റെ ലുലു ഗ്രൂപ്പിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ നിക്ഷേപങ്ങൾ കുറവുള്ള ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് അതിൻ്റെ തലസ്ഥാനത്ത് 2000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ വന്നിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് തൊഴിൽ സാധ്യതകളും ബിസിനസ് സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. എല്ലാവരും മാസ്ക് മാറ്റിക്കൊണ്ട് ഞാനും മാറ്റി കളിയെന്ന് വിചാരിക്കുന്നു. സഹോദരി സഹോദരന്മാർ, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും മനസ്സിലുള്ള ചില പേരുകളുണ്ടാവും. അതിലൊന്നായി മാറാൻ ശ്രീ യൂസഫ് അലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഇന്ന് വളർന്നെത്തിയതിന് ശേഷം യൂസഫ് അലിക്ക് നേടാൻ കഴിഞ്ഞൊരു കാര്യമല്ല. ഇന്നലെ യാദൃശ്ചികമായി ഞാനും പ്രതിപക്ഷ നേതാവും അടുത്തടുത്ത സീറ്റിലിരുന്നായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഒരു സംസാര മധ്യേ ശ്രീ യൂസഫ് അലിയെക്കുറിച്ച് പറയാനിടയായി. അപ്പോൾ എൻ്റെ ഒരു പഴയ അനുഭവം അദ്ദേഹവുമായി ഞാൻ പങ്കുവച്ചു. അത് നിങ്ങളുമായും പങ്കുവെക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് അദ്ദേഹം വളർന്നു വന്നത് എന്നതിൻ്റെ ഒരു തെളിവാണത്. ദശാബ്ദങ്ങൾക്ക് മുൻപ്, അതായത് ഞാനൊരു ചെറുപ്പക്കാരനായിരിക്കുന്ന കാലത്ത് അവിടെ UAE ഞാൻ പോയിരുന്നു, അബുദാബിയിൽ പോയിരുന്നു. ആദ്യത്തെ എൻ്റെ UAE സന്ദർശനമാണ്. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ സുഹൃത്തുക്കളായ കുറേ ആളുകളുണ്ട്. അവരുമായിട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള 2 വ്യവസായ രംഗത്തുള്ളവരെ പരാമർശിക്കാനിടയായി. അവർ പറയുകയാണ്, അതിലൊന്ന് യൂസഫ് അലിയാണ്, മറ്റൊന്ന് വേറൊരാളാണ്. അയാൾ ഇപ്പോൾ വ്യവസായ രംഗത്തില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പറഞ്ഞവർ പറഞ്ഞു, ഈ മറ്റേയാൾ വലിയ പുരോഗമനവാദിയാണെന്നൊക്കെയാണ് പറയുക. പക്ഷേ തൊഴിലാളികളോട് മോശം സമീപനമാണ്. എന്നാൽ യൂസഫ് അലി തൊഴിലാളികളുമായി നല്ല ബന്ധത്തിലാണ്. എല്ലാ കാര്യത്തിലും തൊഴിലാളികളെ സഹായിക്കുന്ന സമീപനമാണ്. അന്ന് ഇന്നത്തെ യൂസഫ് അലി അല്ല. അന്ന് യൂസഫ് അലി എന്ന പേര് വലിയ തോതിൽ അറിയപ്പെടുന്ന നില വന്നിട്ടില്ല. ആ ഒരു മനോഭാവത്തോടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. അതായത് കൂടെ പ്രവർത്തിക്കുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയും. വളർച്ചയിൽ തങ്ങുന്നതിന് സംരക്ഷണവും അവസരവും നൽകുന്നു. അതിൻ്റെ ഭാഗമായി പല പരാതികൾ ആദ്യം അയക്കുക ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പഞ്ചായത്ത് വരെ ഏതെല്ലാം അധികൃത സ്ഥാനമുണ്ടോ അവിടങ്ങളിലേക്കെല്ലാം പരാതി പോകും. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കലാണ് ഉദ്ദേശം. ചുരുക്കത്തിലൊന്നേ അവരുദ്ദേശിക്കുന്നുള്ളൂ. ആരാണോ ഈ സ്ഥാപനം നടത്തുന്നത്, ആ സ്ഥാപനം ആരംഭിക്കുന്ന ആൾ ഇയാളെ, ഈ പരാതി അയക്കുന്നയാളെ കണ്ട് കാര്യങ്ങൾ തീർക്കണം, അവരുടേതായ രീതിയിൽ തീർക്കണം. അതിനുവേണ്ടി ഉള്ള വിദ്യകളാണ് കാണിക്കുന്നത്. ഇത് നാടിന് തന്നെ വലിയ ശാപമായി മാറുന്നു എന്നത് നാം
കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരം ആളുകളെ നാം കൃത്യമായി അവർ പൊതു താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് പറയുക. എന്നാൽ നാടിനെതിരാണ്, നാടിൻ്റെ വികസനത്തിനെതിരാണ്. കഴിയാവുന്നത്ര ഇത്തരം സംരംഭങ്ങൾക്ക് എങ്ങനെ ഉടക്കുവെക്കാൻ പറ്റുമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള നാളത്തെ തലമുറ ആഗ്രഹിക്കുന്ന ആധുനിക തൊഴിൽ, അതിനുള്ള സൗകര്യം ഓരോ മലയാളിയുടെയും അഭിമാനം പത്മശ്രീ മമ്മൂട്ടി അവർകളാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഈ പ്രസംഗിക്കാൻ പറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റിൽ ഞാനില്ല. ഞാൻ സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ റിലേഷൻ പേടിയുണ്ട്. അടുത്ത കാലത്തൊന്നും ഒരു പനിയും കേൾക്കാൻ അത്ര സൗന്ദര്യമില്ലാത്ത ശബ്ദമുള്ളൊരു ചുമയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഒരല്പം ഭയത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. യൂസഫ് അലിയുടെ ഈ ക്ഷണം നിരാകരിക്കാൻ എനിക്കൊരു കാരണവുമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ അഭിമാനമായ ഇങ്ങനൊരു സൗധം, ഇങ്ങനൊരു സ്ഥാപനം, ഇങ്ങനൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയതിൽ, ഇവിടെ സംഭാവന ചെയ്തതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. യൂസഫ് അലി നമ്മുടെ അഭിമാനമാണ്. ലുലു ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കൂടെ അഭിമാനമാണ്. ഈ ബ്രാൻഡ് സൃഷ്ടിച്ചത് യൂസഫ് അലിയാണ്. ലുലു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ലുലു എന്ന് പറയുന്ന ബ്രാൻഡ് അറിയാം. പക്ഷെ അതിനേക്കാളും വലിയൊരു ബ്രാൻഡാണ് യൂസഫ് അലി ഹിംസെൽഫ്. ഈസ് എ ബിഗ് ബ്രാൻഡ്. കാരണം ലുലു എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് ലുലു എന്ന് മനസ്സിലാവും. യൂസഫ് അലിയെ കണ്ടറിയാം നമുക്ക് യൂസഫ് അലിയാണ്. യൂസഫ് അലിയെ അറിയാത്ത ആൾക്കാർക്ക്, പക്ഷെ എന്നെ കുറേ പേര് അറിയുമെന്ന് ഞാൻ പലപ്പോഴും ഊറ്റം കൊള്ളാറുണ്ടെങ്കിലും എന്നെ അറിയാത്ത ഒത്തിരി ആൾക്കാർക്ക് യൂസഫ് അലി അറിയാം. അപ്പോൾ യൂസഫ് അലി തന്നെ ഒരു വലിയ ബ്രാൻഡാണ്. നമ്മുടെ ബ്രാൻഡാണ്, ബ്രാൻഡ് അംബാസഡർ. നമ്മുടെ കേരളവും മറ്റു രാജ്യങ്ങളും സംസ്ഥാനങ്ങളുമായിട്ടുള്ള എല്ലാ ബിസിനസ് ഇടപാടുകൾക്കും അദ്ദേഹം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധി, എല്ലാവരുടെയും ബ്രാൻഡ്, എല്ലാവരുടെയും അംബാസഡർ. ഈ സംരംഭം, ഈ സ്ഥാപനം, ഈ സൗധം ഇവിടുത്തെ ഇത് അഭിമാനമായി ഉയർന്നു നിൽക്കട്ടെ. ഇനിയും കേരളത്തിൻ്റെ ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ, കേരളത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളിൽ, വ്യവസായ സംരംഭങ്ങളിൽ, കേരളത്തിലെ തൊഴിൽ ഇടങ്ങളിൽ യൂസഫ് അലി ഒരു വലിയ ബ്രാൻഡായി തന്നെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചുമ പേടിച്ച് ഞാൻ നീട്ടുന്നില്ല. നന്ദി, നമസ്കാരം. പത്മശ്രീ മമ്മൂട്ടി അവരുടെ വാക്കുകൾക്ക് നന്ദി. Shri G.R. Anil, Honorable Minister of Food and Civil Supplies and Consumer Affairs, Government of Kerala, is one of our distinguished guests of the day. Sir, may I request you to deliver your address. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി